ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 26 ആണ്. നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് ഇന്ന് 75 വർഷമായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 1949 നവംബർ 26 നമ്മുടെ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുകയും 1950 ജാനുവരി 26 അത് നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അങ്ങനെ ഒരു സോവറൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് നിലവിൽ വരികയും ചെയ്തു. സോഷ്യലിസ്റ്റ് സെക്കുലർ എന്നുള്ള പദങ്ങൾ പിന്നീട് 1970 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എഴുതി ചേർക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം 75 വർഷം നമ്മൾ ഇന്നായിരിക്കുകയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട്. ഒരു രാജ്യമെന്ന നിലയിൽ ഒരുപക്ഷെ അക്കാലത്ത് ബ്രിട്ടൻ നമുക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നപ്പോൾ, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായ കാലഘട്ടത്തിൽ ബ്രിട്ടൻ പോലും സംശയിക്കുകയുണ്ടായി നമ്മളുടെ മുന്നോട്ടുള്ള നിലനിൽപ്പ്. കാരണം ഒരു രാജ്യമായിട്ട്, ഒരു ജനാധിപത്യ രാജ്യമായിട്ട്, ഒരു കെട്ടുറപ്പുള്ള രാജ്യമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ എന്ന സംശയം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല ശക്തികളും സംശയിച്ചിരുന്നു. പക്ഷേ അതെല്ലാം അവരുടെ സംശയങ്ങൾ അസ്ഥാനത്താണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ട് ഒരു രാജ്യമെന്ന നിലയിൽ സുശക്തമായിട്ട്, ഒത്തിരി പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾക്ക് നിലവിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ. എന്നിരുന്നാൽ തന്നെയും ഒരു രാജ്യമെന്ന നിലയിൽ സുശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായം, സംവിധാനം നിലനിർത്തിക്കൊണ്ട് ഈ 75 വർഷം എന്ന് പറയുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം 1947 നമ്മൾ സ്വതന്ത്രമായത്. അപ്പം 75 വർഷത്തിലധികമായിട്ട് നമ്മൾ ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വതന്ത്രമായി. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായിട്ടുണ്ട്. 1929 ഡിസംബറിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയും, അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വാതന്ത്ര്യം, അന്ന് ലാഹോർ സെഷനിൽ വെച്ചായിരുന്നു. ലാഹോർ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലാണെന്ന്. അന്ന് അൺഡിവൈഡ് ഇന്ത്യ ആയിരുന്നു. അപ്പം അവിടെ വെച്ച് എല്ലാ ഇന്ത്യക്കാരും ജാനുവരി 26 നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കരുതണം, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 1929 47 വളരെ കാലം മുന്നാണ്. അപ്പം ആ ഡേറ്റ് വളരെ പ്രതീകാത്മകമാകുകയും പിന്നീട് നമ്മൾ ഫ്രീഡം 47 ഓഗസ്റ്റ് 15 നമുക്ക് കിട്ടുന്ന സമയം വരെ അത് എല്ലാ വർഷവും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 1939 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ളൊരു വാദം മുമ്പോട്ട് വെച്ചത്. പക്ഷേ 1946 ആയപ്പോഴത്തേക്കാണ് ആ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുകയും അന്ന് 296 പ്രതിനിധികൾ, ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള പ്രതിനിധികൾ, കാരണം 1944 നമ്മൾ സ്വതന്ത്രമായിട്ടില്ല. 1939 മുതൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ളൊരു വാദം, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഡിമാൻഡ് വെക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോടാണ്. കാരണം അവരായിരുന്നു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇന്ത്യയുടെ ഭരണാധികാരം അവരുടെ കൈകളിലായിരുന്നു.
അപ്പം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നുള്ളൊരു വാദഗതി അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ബ്രിട്ടനോട് വെക്കാൻ നമുക്ക് സാധിക്കത്തുള്ളായിരുന്നു. അപ്പോൾ 1946 ആയപ്പോഴത്തേക്ക് അസംബ്ലി ഉണ്ടായി. അതിനകത്ത് 296 മെമ്പേഴ്സ്. അപ്പോഴത്തേക്ക് ഏകദേശം ബ്രിട്ടനും ഒരുപക്ഷെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നു കാണും. കാരണം ഇന്ത്യയിൽ നിന്നും വിട്ടു പോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു കാണും. അപ്പോൾ അതിനകത്തിലെ ചില പ്രിൻസിലി സ്റ്റേറ്റ്സും മുഹമ്മദ് അലി ജിന്നെ പോലുള്ള ചില നേതാക്കളൊക്കെ വിട്ടുമാറി നിന്നെങ്കിൽ തന്നെയും അവർക്കൊരു സെപ്പറേറ്റ്, അത് മുഹമ്മദ് അലി ജിന്നയ്ക്കൊക്കെ സെപ്പറേറ്റ് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം വേണമെന്നുള്ള അംബീഷനൊക്കെ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയായിരുന്നു. അപ്പം ഒരു അൺഡിവൈഡ് ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സ്ഥാപിച്ചിട്ട് അതിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആകാനൊന്നും ഒരുപക്ഷെ മുഹമ്മദ് അലി ജിന്നയും പിന്നെ അതുപോലെ തന്നെ ചില നാട്ടുരാജ്യങ്ങൾ നമ്മൾ പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റ് ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡൻ്റായിട്ട് അസന്നിഗ്ധമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഡോക്ടർ ഭീമറാവ് അംബേദ്കറിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റായിട്ടും ശില്പിയായിട്ടും കരുതി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു ആദരവ് നൽകി പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് ഏകദേശം 3 വർഷത്തോളം 299 മെമ്പേഴ്സുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് 3 വർഷത്തോളം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഒരു ഗവർണൻസ് സ്ട്രക്ചർ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗവർണൻസ് സ്ട്രക്ചറാണ് ശരിക്കും. എങ്ങനെ ഭരിക്കണം, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ള വ്യക്തികളുടെ, പൗരന്മാരുടെ പിന്നെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, റൈറ്റ്സും ഡ്യൂട്ടീസും എന്തായിരിക്കണം എന്നുള്ളതും ഒക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു പിന്നെ എന്താണ് പറയുന്നത്, ഒരു ഡ്രാഫ്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 3 വർഷവും 299 മെമ്പേഴ്സ്, അന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് തുല്യമായിട്ടുള്ള ഒരു സംവിധാനം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. 3 വർഷവും 299 മെമ്പേഴ്സിൻ്റെയും ശ്രമഫലമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ എന്ന് പറയുന്നത്. 4400 വാക്കുകൾ മാത്രമുള്ള അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനെക്കാളിലും വലുതായിട്ട് ഏകദേശം 1,45,000 വാക്കുകൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത്. ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ്, ഏറ്റവും നീളമുള്ളതെന്ന് പറയുമ്പം വാക്കുകൾ കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പേജുകളുടെ എണ്ണവും കൂടുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ 1950 അത് ഫലത്തിൽ വന്നു. അന്ന് 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 22 പാർട്സിൽ. അതുപോലെ തന്നെ 8 ഷെഡ്യൂളും ഉണ്ടായിരുന്നു. പിന്നെ കാലാന്തരത്തിൽ അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈമിൽ ഒത്തിരി അമെൻമെൻറ്റ്സ്, കാരണം തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അങ്ങനെ 448 ആർട്ടിക്കിൾസ് വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം മുമ്പോട്ട് പോകുന്തോറും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ ചേഞ്ചസ്, പൊളിറ്റിക്കൽ ചേഞ്ചസ്, ഇക്കണോമിക് ചേഞ്ചസ്, കൾച്ചറൽ ചേഞ്ചസ്, പിന്നെ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അമെൻമെൻറ്റ്സ് അല്ലെങ്കിൽ അതിനകത്തിലുള്ള വ്യതിയാനങ്ങൾ, പ്രിയാമ്പിളിനകത്തിലല്ല, പ്രിയാമ്പിൾ ചേഞ്ച് ചെയ്യത്തില്ല, ആമുഖം, ഭരണഘടനയുടെ ആമുഖം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പ്രിയാമ്പിൾ ഒഴിച്ച് ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗങ്ങളിലെല്ലാം കാലാനുസൃതം അതിന് വേണ്ട മാറ്റങ്ങൾ, അതാത് ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭരണത്തിലുള്ള സർക്കാരുകൾ ആ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ആ മാറ്റങ്ങൾ അനിവാര്യവുമാണ്. കാരണം മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനകത്തിൽ മാറ്റങ്ങൾ തീർച്ചയായും വരുത്തണം. കാരണം നമ്മൾക്ക് പഴയ നിയമങ്ങൾ വെച്ച് പുതിയ ലോകത്തെയോ അല്ലെങ്കിൽ പുതിയ സമൂഹത്തെയോ നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ പുതിയ സമൂഹത്തെ ഭരിക്കുവാനോ അല്ലെങ്കിൽ പുതിയ സമൂഹത്തിൽ, മാറി വരുന്ന സമൂഹത്തിൽ, മാറി വരുന്ന ലോകക്രമത്തിൽ അല്ലെങ്കിൽ മാറി വരുന്ന സാമൂഹിക ക്രമത്തിൽ പഴയ നിയമങ്ങളും പഴയ ചട്ടങ്ങളും വെച്ച് നമുക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ ക്രമാനുഗതമായിട്ട് പിന്നെ
ഉണ്ടായിട്ടുണ്ട്, ഇനിയും തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ളൊരു ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മളുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് നമ്മൾ ലീഗലി എല്ലാവരും പൗരന്മാരാണ്, കാരണം നമുക്ക് ഇവിടുത്തെ പൗരത്വമുണ്ട്, കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്. നമുക്ക് ലീഗലി നിയമപരമായിട്ട് നമുക്ക് പൗരത്വമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ലീഗൽ ഫോർമാലിറ്റീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലീഗൽ കോംപ്ലക്സിറ്റീസിൻ്റെ ഒന്നും ആവശ്യങ്ങളൊന്നുമില്ല, കാരണം നമ്മളിവിടുത്തെ ബോൺ നാച്ചുറൽ സിറ്റിസൺസ് ആണ്. പക്ഷേ എത്ര പേർക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ചും ഒക്കെ അറിയാം, അല്ലെങ്കിൽ ആ പ്രിയാമ്പിളിനകത്ത് നമ്മൾ പണ്ട് ഒരുപക്ഷെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ കോളേജ് നമ്മുടെ പഠന കാലഘട്ടത്തൊക്കെ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പഠന വിഷയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു മെച്ചുറായിട്ടുള്ള ഒരു സിറ്റിസണ് എത്ര പൗരന്മാർക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമാണ്. അതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കാരണം എല്ലാവർക്കും എല്ലാം അറിയണം നിർബന്ധങ്ങളൊന്നുമില്ല. എല്ലാ രാജ്യത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എല്ലാ രാജ്യത്തെയും പൗരന്മാർക്ക് അവരുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയെക്കുറിച്ചോ ഒന്നും വ്യക്തമായ ധാരണ ഉണ്ടാണെന്ന് നിർബന്ധമില്ല. കാരണം വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അവർ പഠനം ആവശ്യമായിട്ടുള്ള വ്യക്തികൾ മാത്രമേ ഒരു വിഷയത്തിൽ ഏർപ്പെടുത്തുള്ളായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഏതൊരു രാജ്യത്തിലെ പൗരനായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ജനറലായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള നോളജിനെ കുറിച്ചല്ല, വളരെ സാമാന്യമായിട്ടുള്ളൊരു അറിവ് അല്ലെങ്കിൽ ഒരു അവബോധം നമുക്കുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ പ്രിയാമ്പിളിനെ കുറിച്ചോ, പ്രിയാമ്പിൾ ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയത്തില്ല. അപ്പം ആ പ്രിയാമ്പിളാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം. അപ്പോൾ അതുപോലെ ഇത് പല ഭാഷകളിൽ നമുക്ക് ലഭ്യമാണത്. ഇപ്പം ഇത് ഇംഗ്ലീഷ് ഭാഷയിലും മലയാളം ഭാഷയിലും ഉള്ളത് ഞാനിവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. അതിനകത്ത് സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്കുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, ഇത്രയും കൂടുന്നൊരു റിപ്പബ്ലിക്കാണ് നമ്മൾ. അതിനകത്ത് നമുക്ക് ഒത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള വ്യൂസൊക്കെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ജനറലായിട്ട് നമ്മുടെ പ്രിയാമ്പിൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ അവലോകനം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊരു സോവറിൻ നേഷനാണ്, സോവറിൻ റിപ്പബ്ലിക്കാണ്. സോവറിൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ പരമാധികാരമുള്ള സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. കാരണം നമ്മളൊരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നാണ് ഇപ്പോഴും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതിനകത്ത് നമുക്ക് ഒത്തിരി, ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ വൈരുദ്ധ്യങ്ങളെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് മറ്റൊരു വീഡിയോയ്ക്ക് അതിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളൊരു സോഷ്യലിസ്റ്റ്, പൂർണ്ണമായിട്ടൊരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണോ അല്ലയോ എന്നുള്ളത്. ഒരു സെക്കുലർ റിപ്പബ്ലിക്കാണെന്നാണ്, അല്ലെങ്കിൽ ആകണമെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്ക്. കാരണം ഈ സോഷ്യലിസ്റ്റ്, സോവറനും സോഷ്യലിസ്റ്റും അല്ലെങ്കിൽ തന്നെ സെക്കുലറും ഡെമോക്രാറ്റിക്കും എന്നുള്ള ടെർമിനോളജി അല്ലെങ്കിൽ പദപ്രയോഗങ്ങൾ നമ്മൾ മിക്കവാറും നിത്യ ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ നമ്മൾ ഒട്ടുമിക്ക പൊളിറ്റിക്കൽ, സോഷ്യോ പൊളിറ്റിക്കൽ ഡിസ്കഷനിലും ഡിബേറ്റ്സിലും ഒക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, സെക്കുലർ ആണ്, ഡെമോക്രാറ്റിക് ആണെന്നുള്ളത്. എന്നിരുന്നാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എംഫസൈസ് ചെയ്യുന്നത് നമ്മളൊരു സോവറൻ റിപ്പബ്ലിക്കാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്, സെക്കുലർ റിപ്പബ്ലിക്കാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അപ്പം അതിനകത്ത് റിപ്പബ്ലിക് എന്നുള്ളത് തന്നെ വലിയൊരു പഠന വിഷയം ആണ്, അല്ലെങ്കിൽ ആ ഒരു ടേം തന്നെ നമുക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയിട്ട് മാറും, റിപ്പബ്ലിക് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. അതുപോലെ സോവറൻ പറഞ്ഞാൽ പരമാധികാരമുള്ള, കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം നമ്മളുടെ കൈകളിൽ തന്നെയാണ്. ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ജനങ്ങളുടെ കൈകളിലാണ് നമ്മളുടെ പരമാധികാരം.
മറ്റൊരു രാജ്യത്തിൻ്റെ കൈകളിലല്ല, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാരുടെ കൈകളിലല്ല. ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്, ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും എന്ത് നേടിക്കൊടുക്കുന്നുണ്ട്? ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. പ്രായോഗികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി കോൺട്രാഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ ക്രിറ്റിസിസംസ്, ക്രിട്ടിക്കലായിട്ടുള്ള വ്യൂസൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഇത് ശരിയാണോ? എല്ലാ സിറ്റിസൺസിനും ഇത് ഉറപ്പുവരുത്തുന്നുണ്ടോ? ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എന്നൊക്കെ ഉള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു വശമാണ്. ആ പ്രായോഗിക വശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് റിട്ടൺ ഹിയർ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ലിബർട്ടി, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മലയാളം പരിഭാഷകൾ ഞാൻ പറയാം. പിന്നെ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നുള്ളതാണ്. കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഫ്രാറ്റേണിറ്റി. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ദിസ് 26th day of November 1949 ഡു ഹിയർ ബൈ അഡോപ്റ്റ്. ഇതൊരു ഇതൊരു ഡു ഹിയർ ബൈ അഡോപ്റ്റ് ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. നമ്മളെല്ലാവരും കൂടെ ഏർപ്പെട്ടിരിക്കുന്ന, എല്ലാവരും അന്ന് ജീവിച്ചിരിക്കുന്നവർ, അതിനുശേഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന സിറ്റിസൺസിനും എല്ലാം ബാധകമായിട്ടുള്ള ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഡു ഹിയർ ബൈ അഡോപ്റ്റ്, എനാക്ട് ആൻഡ് ഗീവ് ടു അവർസെൽവ്സ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ഇംഗ്ലീഷിലുള്ള അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ. ഇനി നമുക്ക് അതിൻ്റെ മലയാളം ഒന്ന് പരിശോധിച്ച് നോക്കാം. മലയാളത്തിൻ്റെ പരിഭാഷ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ, പരമാധികാര സോവറൻ, സ്ഥിതി സമത്വ, സോഷ്യലിസ്റ്റ് എന്നുള്ളത് അർത്ഥമാക്കുന്ന ഇവിടെ സ്ഥിതി സമത്വം, എല്ലാവരുടെയും സ്ഥിതി സമമാക്കുക. പക്ഷെ അതൊരിക്കലും അല്ല എന്ന് നമുക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്തിലെ വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായിട്ടുള്ള പൊരുത്തക്കേടുകളും ഒന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി. മതേതര എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് നിലവിൽ ഉള്ള ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ ഒരു മതത്തെയും പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു മതത്തിനോട് ആഭിമുഖ്യം കാണിക്കുകയോ ഒരു മതത്തിനോട് പ്രത്യേകിച്ച് മമത കാണിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മതേതരത്വമാണ്. എല്ലാ മതങ്ങളെയും ഒന്നുകിൽ ഒരുപോലെ കാണുക, അല്ലെങ്കിൽ ഒരു മതത്തിനും യാതൊരു രീതിയിലുള്ള പ്രാധാന്യവും കൊടുക്കാതിരിക്കുക ഭരണകാര്യങ്ങളിൽ. ഓക്കെ, അതൊക്കെ രണ്ടാമത്തെ നമ്മുടെ ചർച്ചാ വിഷയമാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും, സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതെല്ലാം ലഭിക്കും എന്നുള്ള ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം. അതിവിടെ ധാരാളമുണ്ട്. ചിന്തയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരിക്കാം, ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് നമുക്കറിയാം എത്രത്തോളം അത് ഹനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ പറഞ്ഞത് ക്രിട്ടിക്കലായിട്ടുള്ള വ്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് ഇത് എഴുതി വച്ചിരിക്കുന്നത് മാത്രം നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ള, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെ, അത് നൽകുന്നുണ്ട്. നമ്മുടെ ആശയപ്രകടനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിശ്വസിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള വിശ്വാസം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതനിഷ്ഠയ്ക്ക്, മതത്തിലുള്ള വിശ്വാസവും ആരാധനാ വിശ്വാസവും ഒക്കെ ഉണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നത്. വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യങ്ങൾ അതിനാരും തടസ്സപ്പെടുത്തുന്നില്ല.
ഇഷ്ടമുള്ള മതത്തിൽ ചേരാം, ഇഷ്ടമുള്ള വിശ്വാസമാകാം, ഇഷ്ടമുള്ള രീതിയിലുള്ള ആരാധനയാകാം. അതൊന്നും ഇവിടെ തടസ്സങ്ങളില്ല. അപ്പം ഈ ഉറപ്പെല്ലാം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കട്ടെ. സോഷ്യൽ ജസ്റ്റിസ്, ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ കഴിഞ്ഞു. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അവസരത്തിൽ തുല്യത, അല്ലേ? അവസരത്തിലും പദവിയിലും സമത്വവും തുല്യതയും സംപ്രാപ്തമാക്കുവാനും, അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യവും പുലർത്തുവാനും. വ്യക്തിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ ഇത് നമുക്ക് കാത്തു സൂക്ഷിക്കുന്നതിനുള്ള അവകാശത ഉറപ്പുവരുത്തുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് എന്നും പറയുന്നുണ്ട്. അതാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അത് പിന്നീട് ചേർക്കാണെന്ന് താഴെ പറയുന്നുണ്ട്. എന്നിട്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഭാരതത്തിനെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യണം. അപ്പം സോവറൻ റിപ്പബ്ലിക്കാണ്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്, സെക്യുലർ റിപ്പബ്ലിക്കാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണമെന്നാണ് പറയുന്നത്, ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും. പിന്നെ സ്ഥിതി സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി, ജസ്റ്റിസ്, പിന്നെ ചിന്തിക്കാൻ, ആശയപ്രകടനം നടത്താനുള്ള, വിശ്വാസത്തിനുള്ള, ആരാധനാക്രമത്തിനുള്ള, മതനിഷ്ഠയ്ക്കുള്ള, എന്നുവെച്ചാൽ മതവിശ്വാസത്തിനുള്ള, മത ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനോ തടസ്സപ്പെടുത്തുവാനോ ഒന്നും അതിനുള്ള അവകാശം ഇന്ത്യയിലില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇതിനെല്ലാം പരിമിതികളും ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ മറ്റൊരു വ്യക്തിയുടെ അല്ല മറ്റൊരു കൂട്ടം വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാകരുത് എന്നും ഇതിനകത്ത് നടത്തുവാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ ആരാധനാക്രമത്തെയോ ആരാധനാ വിശ്വാസത്തെയോ മതവിശ്വാസത്തെയോ ആശയപ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും ഹനിച്ചുകൊണ്ടാകരുത് നിങ്ങളുടെ പ്രകടനങ്ങൾ. പിന്നെ പദവിയിലും അവസരത്തിലും സമത്വം സംപ്രാപ്തമാക്കുവാനും ഇതിനെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ് എന്ന് പറഞ്ഞാൽ ഡിഗ്നിറ്റി ഓഫ് ദ പേഴ്സൺ, അല്ലേ? Equality of status and opportunity and promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുവാൻ, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുവാൻ വേണ്ടി സാഹോദര്യം, അതുപോലെ വ്യക്തിയുടെ അന്തസ്സ്, ഇതെല്ലാം പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു, സമർപ്പിക്കുകയാണ് രാഷ്ട്രത്തിന് വേണ്ടി. കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര അവകാശങ്ങളും ഫ്രീഡവും ലിബർട്ടിയും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഡിഫൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിർവചിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം ഒരുപോലെ ഉത്തരവാദിത്വവും പ്രാധാന്യവും സ്വാതന്ത്ര്യവും ഒക്കെ നൽകിക്കൊണ്ട് 1950 46 അല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 ജനുവരി 26 നിലവിൽ വന്നു. 49 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. നിലവിൽ വരുന്ന 1950
അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രിയാമ്പിളിനകത്തിൽ യാതൊരു രീതിയിലുള്ള മായം കലർത്തലും അല്ലെങ്കിൽ മാറ്റങ്ങളും അഡീഷനോ ഡിലീഷനോ ഒന്നും വരുത്തരുത് എന്നാണ് വെപ്പ്. പക്ഷേ 1977-76 ഏറ്റവും താഴെ നോക്കുക, 76 ഭരണഘടന 42 ഭേദഗതി ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം. അതായത് നമ്മൾ പൊതുവെ കേൾക്കുന്നുണ്ടായിരിക്കാം ഈ പറഞ്ഞ സെക്യുലർ മതേതര ജനാധിപത്യം എന്ന് പറയുന്നത്, സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നുള്ളത് അല്ലേ, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നുള്ളത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം നേരത്തെ പരമാധികാര സോവറൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. അതിൻ്റെ കൂടെ സോഷ്യലിസ്റ്റ് സെക്യുലറുടെ 1976 കൂട്ടിച്ചേർക്കുകയും 1977 മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ്. അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ ആക്ട് 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് എവിടെയാണ്? ഈ പറഞ്ഞ വ്യക്തിയുടെ അന്തസ്സും ബ്രാക്കറ്റിൽ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അത് പിന്നീട് കൂട്ടിച്ചേർത്താണ്. അപ്പം അതിനെന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻസ് ഉണ്ടായിരുന്നായിരിക്കാം അന്നത്തെ കാലത്ത്. അപ്പോൾ ഇതൊക്കെ പലതലത്തിലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പലതരത്തിലൊക്കെ ഉള്ള രീതിയിലുള്ള നറേറ്റീവ്സ്, അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ ഉണ്ട്, അനുകൂലവും പ്രതികൂലവുമായിട്ടൊക്കെ ഉള്ള രാഷ്ട്രീയ പിന്നെ ചേരിതിരിഞ്ഞതിനെയൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അന്ന് അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്, ഇന്ദിരാഗാന്ധിയല്ലേ അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നല്ലോ, പ്രിയാമ്പിൾ മാറ്റാൻ പറ്റുമോ, പ്രിയാമ്പിൾ ചേഞ്ച് ആക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ചർച്ചകൾ നമ്മളുടെ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ പറ്റിയുള്ളൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്രയുമാണ് നമ്മളുടെ ആമുഖം. എന്തിൻ്റെ? ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം ഇതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനമാക്കിയാണല്ലോ ഇന്ത്യയിലെ മൊത്തം നിയമങ്ങളും ഉണ്ടാകേണ്ടത്. നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോടതിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്, എല്ലാ കോർട്ടിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെ തന്നെയാണ്, ഹൈക്കോർട്ടായാലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ പാർലമെൻറ്റിലായാലും ശരി, മറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലായാലും അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, കാരണം അവരുടെ ജോലി, പാർലമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൻ്റെയും ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ടു ലെജിസ്ലേറ്റ്, നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും ശരി, സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ലോസ് ആയാലും ഇക്കണോമിക് ലോസ് ആയാലും മറ്റു തരത്തിലുള്ള ഏത് തരത്തിലുള്ള നിയമങ്ങളായാലും ശരി, അത് ഭരണഘടനയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പുവരുത്തിക്കൊണ്ടാണോ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന എന്നുള്ള ഡ്യൂട്ടിയാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ. ഇപ്പോൾ നമുക്കൊരു പൗരന് തോന്നുകയാണ്, ഏതെങ്കിലും ഒരു, ഇപ്പം കേരളത്തിലെ ആയാലും മറ്റേത് സംസ്ഥാനത്തെ ആയാലും ഒരു പൗരന് തോന്നുകയാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് സുപ്രീം കോർട്ടിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ ആ ഒരു ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ സുപ്രീം കോടതി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിയമം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ആ നിയമത്തെ എടുത്തു കളയാൻ ഒന്നുകിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ അതായത് സംസ്ഥാന സർക്കാരിനോടോ അവർക്ക് നിർദ്ദേശം കൊടുക്കാമെന്നാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമാകരുത് ഇന്ത്യയിലെ ഒരു നിയമനിർമ്മാണവും, അത് പാർലമെൻറ്റിലെ നിയമങ്ങളായാലും ശരി, മറ്റേതെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളായാലും ശരി, ഭരണഘടനാ വിരുദ്ധമാകരുത്. അപ്പോൾ ഈ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ
പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കോൺസെപ്റ്റിനൊന്നും വിരുദ്ധമാകരുത്. നിയമങ്ങൾ ആൻറ്റി സോഷ്യലിസ്റ്റ് ആകരുത്, ആൻറ്റി സോവറിൻ ആകരുത്. എന്നുവെച്ചാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോഷ്യലിസ്റ്റ് സമ്പ്രദായത്തെ വെല്ലുവിളിക്കുന്നതിന് അനുകൂലമാകരുത്. സെക്കുലർ റിപ്പബ്ലിക് എന്നുള്ള കോൺസെപ്റ്റിനെതിരെ ആകരുത്. ഡെമോക്രസിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാകരുത്. ഒരു റിപ്പബ്ലിക്കൻ സിസ്റ്റം അതൊരു സെപ്പറേറ്റ് കോൺസെപ്റ്റാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് റിപ്പബ്ലിക്കും ഡെമോക്രാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്നുണ്ട്. വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പം നിയമങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിനുവേണ്ടിയാണ് ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു റിട്ടേൺ സ്ക്രിപ്റ്റ്, നമ്മൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് ജീവിക്കുക. ഒരു വ്യക്തി ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, വ്യക്തിയുടെ പേഴ്സണൽ ഇൻഡിവിജ്വൽ പ്രിൻസിപ്പിൾ, അത് എഴുതി വെക്കപ്പെട്ടതല്ലെങ്കിൽ തന്നെയും അത് നമുക്കൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഓരോ വ്യക്തിക്ക്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക, പ്രഭാതകൃത്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക, അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക, മറ്റേത് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഓഫീസിൽ പോവുക എന്നൊക്കെ പറഞ്ഞ ഒരു റിട്ടേൺ സ്ക്രിപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ നിർവചിക്കുവാൻ വേണ്ടിയും ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല, ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലെജിസ്ലേഷന് വേണ്ടിയുള്ളൊരു ഡ്രാഫ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ലോകത്തിൽ എഴുതപ്പെട്ട ഭരണഘടനകൾ വെച്ച് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ആയതുകൊണ്ടാണ് ലോങ്ങസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഭരണഘടനയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആര് തന്നെ ആയിരുന്നാലും ശരി, കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്നതാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയും അതുപോലെ തന്നെ ഇവിടെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന വലിയൊരു പ്രതിഭാസം പൂർണ്ണമായിട്ടും നിലവിലില്ലെങ്കിൽ തന്നെയും അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടെങ്കിലേ നമുക്കൊരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ലൈഫിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ, ഒരു സിവിലൈസ് സൊസൈറ്റി. അങ്ങനെ സിവിലൈസ് സൊസൈറ്റി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു ഡ്രാഫ്റ്റഡ് പ്രിൻസിപ്പിൾ വേണം നമ്മുടെ ഭരണകാര്യങ്ങളെക്കുറിച്ച്. അത് വ്യക്തികൾക്കപ്പുറമുള്ള പൗരന്മാരും അത് മനസ്സിലാക്കി അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടി നമുക്ക് ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം അതിനുവേണ്ടി എല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ്. പക്ഷേ എല്ലാവരും ശ്രമിക്കാറില്ല. കൂടുതൽ ആൾക്കാരും അവരുടെ സൗകര്യം അനുസരിച്ച് മുന്നോട്ട് പോവുക, ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. എല്ലാവർക്കും പരിമിതികളുണ്ട്, അറിയാനുള്ള പരിമിതികളുണ്ടായിരിക്കാം, ആഗ്രഹമില്ലായ്മ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചും ഇതുപോലുള്ളൊരു പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ചും അറിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് നൈറ്റ്.